ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നൈസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഒരു വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കാൻ പോകട്ടെ. കാലത്ത് തന്നെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മളെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒരു ഇടിയൻകിഴങ്ങ് ഞങ്ങൾ രാവിലെ പുഴുങ്ങാൻ പോകണമെന്നിട്ടാ. അല്ല, ഇതാണ് ഇടിയൻകിഴങ്ങ് എന്ന് പറയുന്നത്. നമ്മ കൊള്ളി ഉണക്കിയതിനാണ്. നമ്മളിവിടെയാണ് ഇടിയൻകിഴങ്ങ് എന്ന് പറയട്ടാ. പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ പറയണത് ഇടിയൻകിഴങ്ങ് ഉണക്ക. കുക്കറിയിലിട്ട് നമുക്ക് നല്ലോണം അത് കഴുകിയെടുക്കണം കേട്ടാ. വൃത്തിയാക്കി ഉണക്കി ഇതാക്കിയതാണ്, കഴുകി ഇതാക്കിയതാണ്. എന്നാലും ഒന്നുകൊണ്ട് ഒന്ന് കഴുകി ഉണക്കണം കേട്ടാ. പണ്ടൊക്കെ നമ്മൾ ആദ്യം നാളേരും ചിരവൻ അറിവില്ലായിരുന്നു. അധികം ചിരകാനൊന്നും അറിവില്ലായിരുന്നു. പണ്ട് കല്യാണ വീടുകളൊക്കെ വരുമ്പോൾ ഇപ്പോഴല്ലേ പാചകക്കാരൊക്കെ വന്ന് നാളേരും ചിരവി തുടങ്ങിയത്. പണ്ട് നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ചേട്ടന്മാരും എല്ലാവരും വന്നിട്ടാണ് നാളേരും ചിരവ. അന്ന് നമ്മ വിചാരിക്കുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ ചിരകണെന്ന്. അതൊക്കെ നല്ല കാലങ്ങളായിരുന്നില്ലേ. നമ്മളെ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പെങ്ങളെ കല്യാണത്തിൻ്റെ പെങ്ങന്മാരുണ്ടായി. അവരെ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ വന്നിട്ട് അപ്പുറത്ത് വീട്ടിലെ ചേട്ടന്മാരൊക്കെ മത്സരിച്ച് നാളികേരം ചിലവ് അത് വെളുപ്പിനെ ആണെന്നുകൊണ്ടിരിക്കുക ഇരുന്ന് നാളികേരം ചിലവി എന്തോരം പേര് വട്ടിട്ടിരിക്കും. നാളികേരം ചിലവി നാളികേരം ഇങ്ങനെ ചിലവിക്കൊണ്ടിരിക്കലേ. പാട്ടുണ്ടാവും, വിശേഷങ്ങളുണ്ടാവും. ഇപ്പം പാചകക്കാരായി, ഫുള്ള് മെഷീനൊക്കെ ആയില്ലേ. പാട്ടൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് ചേട്ടന്മാരൊക്കെ രണ്ടെണ്ണം അടിച്ചിരുന്നു. രസമല്ല അതൊക്കെ. അപ്പോൾ നമ്മൾ അടുത്തൊക്കെ ചെന്നിരിക്കും. നമുക്കൊരു രക്ഷയില്ല, നമുക്ക് ചിലവാൻ അറിയില്ല. എനിക്കിപ്പോൾ നാളിലൊക്കെ ചിലവാൻ വെച്ചിട്ടാ. നാളിലൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും പണ്ട് രസമാണല്ലേ. എന്നിട്ട് കട്ടനൊക്കെ തിളപ്പിച്ച് കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവില്ല. കട്ടൻ തിളപ്പിക്കുമ്പോൾ അവിടെ നിന്ന് കട്ടൻ മേടിച്ചുകൊണ്ടെന്ന് അതിൽ നാളികേരിട്ട് അതിന്ന് എന്താ രസമല്ല. ആ കാലങ്ങളൊക്കെ ശരിക്കും പോയിട്ട് ശരിക്കും അതൊക്കെ ഒരു ഓർമ്മയായി. ഇപ്പം നമുക്ക് അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ്. എല്ലാവർക്കും ഉണ്ടാവത്തില്ലേ. പണ്ട് കല്യാണമാകുമ്പോൾ തന്നെ തലേ ദിവസം 2-3 ദിവസം മുന്നൊക്കെ വരും നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാർ പന്തലിടാനൊക്കെ. ഇപ്പം എല്ലാം കാശുണ്ടെങ്കിൽ ഒക്കെ പുറത്തുനിന്ന് ആൾക്കാരായി. അപ്പോൾ നാളെ ചെറിയ കഴിഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മളെ കൊള്ളി വെന്തിട്ടുണ്ട്. ഇടിയൻ കൊള്ളി വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ശർക്കര എടുത്തിട്ട് കേട്ടാ. എടുത്തിട്ടോ, മതി. അപ്പം നമ്മൾ ശർക്കര ഇടാണ്. നമുക്കിനി ശർക്കരപ്പാനി ഉണ്ടാക്കണം. ശർക്കരപ്പാനി എല്ലാവർക്കും അറിയാലോ. എന്നാലും നമ്മളിങ്ങനെ കാണിക്കണേ ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ ചൂടാക്കിയിട്ട് വെച്ചു ഇതായിരിക്കണം കേട്ടോ, കാരണം കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയാണ്. ശർക്കര അങ്ങനെ ഉരുക്കി ഞങ്ങളിത് ഒന്നുകൂടെ ചൂടാക്കി ചെയ്യണ്ട. മതി ഇട്ടോ. കയ്യിലോട്ട് ഇളക്കി. അപ്പം നമ്മൾ നാളികേരം ഇട്ട് അതിൻ്റെ അകത്ത് അത് നല്ലോണം ഇളക്കാം. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഏലക്ക പൊടിച്ചിട്ടുണ്ട് കേട്ടാ. ഏലക്കായ പൊടിച്ചിട്ടുണ്ട്. കുറച്ചിട്ടാൽ മതി. ഏലക്ക പൊടിച്ചിട്ട് നമുക്ക് നാളികേരം ഇടാം കേട്ടാ. മതി ഇട്ടോ. ഇനിയിപ്പോൾ അതൊന്നും നോക്കാൻ നിൽക്കണ്ട.
അങ്ങോട്ട് ഫുള്ള് ഇട്ടോ എന്നിട്ട് അങ്ങോട്ട് ഇളക്കാൻ മതി. കാരണം എല്ലാം എന്താണ് ഇനിയിപ്പോൾ വേവാനൊന്നും ഇല്ലല്ല. ഞങ്ങൾ ഇട്ടി തിരിച്ച് കൈ കൊണ്ട് രണ്ട് വേഗം കിട്ടുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ പറ്റുമോ? കാരണം എന്ന് വെച്ചാൽ നാളികേരവും ഈ ശർക്കരപ്പാനി എല്ലാം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഏലക്ക ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് നേരം മൂടി വെക്കുക. മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ഇടിയൻകിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. പ്രായമുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും.